ഹലോ ഗൈസ്, നമ്മൾ രാമോജി ഫിലിം സിറ്റിയുടെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പല ലൊക്കേഷനിലേക്ക് കണ്ടു. അതിനുശേഷം നമ്മൾ മൂവി മാജിക് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ് എത്തിയത്. എങ്ങനെയാണ് സിനിമ ചിത്രീകരിക്കുന്നത്, എങ്ങനെയാണ് അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുന്നത്, എങ്ങനെയാണ് പല ലൊക്കേഷനുകൾ മാറ്റി കാണിക്കുന്നത്, അതിൻ്റെ സൗണ്ട് എഫക്ട്സ്, ലൈറ്റ്സ് എഫക്റ്റ്, വിഷ്വൽ എഫക്റ്റ് അതൊക്കെ എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നദാങ്കുട്ടിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു ഇത് നമ്മൾ ഒരു വണ്ടിയിൽ കയറിയിരുന്നിട്ട് സിനിമയുടെ ചരിത്രം തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ് എന്നൊരു അലാവുദ്ദീൻ്റെ പോലത്തെ ഒരു ക്യാരക്ടറിലൂടെ കുറേ സ്റ്റോറീസ് പറഞ്ഞു തരുന്നൊരു ഒരു 50 മിനിറ്റ്സ് ട്രാവലാണ്. നമുക്ക് അതിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ, ഭാഷകൾ, ചിത്രങ്ങൾ, കാര്യങ്ങളൊക്കെ കാണാം. അതിനുശേഷം നമ്മൾ 2 മണിയായി നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങിയപ്പോൾ. അതിനുശേഷം നമ്മൾ പോയൊരു ബിരിയാണിയൊക്കെ കഴിച്ചു. കുറച്ചധികം സ്പൈസി ആയിരുന്നു. അത് കാരണം നദാങ്കുട്ടിന് അത് അത്ര ഇഷ്ടമായിട്ടില്ല. അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്ത ബസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാനും ആ പ്രകൃതിയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്. അതിനുശേഷം നമ്മൾ ഫിൽട്ടർ ചെയ്താണ് കയറിയത്. എല്ലാ കാര്യങ്ങളും ഒന്നും കാണാനായിട്ട് കയറിയില്ല. കാരണം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ കണ്ടു വന്ന ആൾക്കാർ നല്ല ക്യൂവിലാണ് ഓരോരോ ഷോറൂംസിൽ കയറാനായിട്ട് നിന്നിരുന്നത്. അതിനുശേഷം ഞങ്ങൾ സ്റ്റണ്ട് ഷോ കാണാൻ വേണ്ടി ഞാനും നദാങ്കുട്ടനും ആദ്യം പോയി. കാരണം അത് കാണണമെന്ന് നേരത്തെ തന്നെ നമ്മളോട് ഒത്തിരി പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫൈറ്റ് സിനിമയിൽ ഷൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെ സീക്വൻസാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നതെന്ന്. ക്യാക്ടസിനെ പോലെ നദാങ്കുട്ടും രാമോജിയിൽ ഇത്ര അധികം എൻജോയ് ചെയ്തൊരു സെക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഈ സ്റ്റണ്ട് ഷോ ആണ് ഏറ്റവും കൂടുതൽ അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് എല്ലാവരും തന്നെ ഈ സ്റ്റണ്ട് ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ്. ഇവരെല്ലാം ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അവരെ പല ഫിലിമിലും നമുക്ക് കാണാം. അതുപോലെ തന്നെ അവരെ രാമോജി പ്രത്യേകമായിട്ട് ഹയർ ചെയ്തിരിക്കുന്നത് കൂടെ. അതിനുശേഷം നമ്മൾ കാർണിവൽ പരേഡ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ഓപ്പൺ സ്പേസിലിരുന്ന് നമുക്കത് ആസ്വദിക്കാമായിരുന്നു. ഞങ്ങളുടെ കാഴ്ചകളുടെ ലോകത്തിലേക്ക് നദാങ്കുട്ടനും ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. അത് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എല്ലാവരും ആ ₹1400 കൊടുത്ത് നമ്മൾ കയറുന്നതിന് വർത്താണ്. ഒരു 9 to 8 വരെ നമുക്ക് ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് രാമോജി ഫിലിം സിറ്റി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. രാമോജി ഫിലിം സിറ്റി കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യണം. നമുക്കത് അവിടെ സന്ദർശിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. അല്ലെങ്കിൽ എക്സസീവ് ഹീറ്റ് ആയിരിക്കും, ക്ലൈമറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം മനസ്സിൽ വെക്കുക. എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്യുന്നതായിരിക്കും.
രാവിലെ ഫുൾ ഓൺ എനർജിയിൽ വന്ന നദാൻകുട്ടൻ വൈകിട്ടായപ്പോഴത്തേക്ക് തളർന്ന് ഉറങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. 8 വരെയാണ് അവിടെ സമയമുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷമാണ്. കഴിഞ്ഞ വീഡിയോകളിൽ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഹൈദരാബാദിൻ്റെ പുതിയ സ്ഥലങ്ങളിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇത്ര അടിപൊളിയായിട്ട് നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് തന്ന റാമോജി ഫിലിം സിറ്റിക്കും താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുന്നു. ബൈ ബൈ.